ഏവർക്കും നമസ്കാരം. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സസ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന അധ്യായമാണ്. വിൻഡ് എന്നാൽ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഫ്രം ദ ഹൈ പ്രഷർ ഏരിയ ടു ദ ലോ പ്രഷർ ഏരിയ. അന്തരീക്ഷമർദ്ദം കൂടിയ പ്രദേശത്ത് നിന്നും കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന തലത്തിലുള്ള പ്രവാഹമാണ് കാറ്റ് എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. അന്തരീക്ഷമർദ്ദം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു പ്രത്യേക പ്രദേശത്തുള്ള വായുവിൻ്റെ ഭാരമാണ്. ദ വെയ്റ്റ് ഓഫ് ദ എയർ, അതിനാണ് അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം എന്ന് പറയുന്നത് മർക്കുറി ബാരോമീറ്റർ ആണ്. മർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഏകകം എന്ന് പറയുന്നത് മില്ലി ബാർ അഥവാ ഹെക്ടോ പാസ്കൽ ആണ്. മില്ലി ബാർ അഥവാ ഹെക്ടോ പാസ്കൽ. ശരാശരി അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ ആണ് സാധാരണഗതിയിൽ ശരാശരി ഒരു ഭൂപ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം. ഇതിൽ നിന്നുള്ള വ്യത്യാസമാണ് അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതലാണ് അന്തരീക്ഷമർദ്ദമെങ്കിൽ അവിടെ ഹൈ പ്രഷർ ഏരിയ എന്നും, അന്തരീക്ഷമർദ്ദം കുറവുള്ള പ്രദേശത്തെ ലോ പ്രഷർ ഏരിയ എന്നും നമുക്ക് വിളിക്കാം. സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അതിനെ ഹൈ പ്രഷർ ഏരിയ എന്നും, അവിടെ അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ അതിനെ ലോ പ്രഷർ ഏരിയ എന്നും വിളിക്കപ്പെടുന്നു. ഈ അന്തരീക്ഷമർദ്ദം അതിനെ സ്വാധീനിക്കുന്ന നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. അന്തരീക്ഷമർദ്ദത്തെ നിർണയിക്കുന്ന നിരവധി ഘടകങ്ങൾ. അവയിൽ പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. 1 ആൾട്ടിറ്റ്യൂഡ്, 2 ടെമ്പറേച്ചർ, 3 ഹ്യൂമിഡിറ്റി. ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതാണ് ആൾട്ടിറ്റ്യൂഡ്. ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ചൂട്, അതാണ് ടെമ്പറേച്ചർ. ഒരു പ്രദേശത്തെ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അംശം, ജലാംശം, അതാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ദീസ് ആർ ദ 3 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് എ പ്ലേസ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാം. ഓൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഇവിടെ ചിത്രത്തിൽ എ, ബി എന്നിവ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ബി സമുദ്രനിരപ്പിനോട് ചേർന്ന സമുദ്രനിരപ്പിലുള്ള ഒരു ഭൂപ്രദേശമാണ്. എയിലേക്ക് ചെല്ലുന്തോറും ഉയരം കൂടി വരുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നത് ബി എന്ന് പറയുന്ന പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലും എ എന്ന് പറയുന്ന പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കുറവുമാണ്. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിൻ്റെ ഉയരം. ഇനി അന്തരീക്ഷമർദ്ദവും താപവും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഒരു പ്രദേശത്തിൻ്റെ രാത്രിയിലും പകലിലുമുള്ള ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മറ്റെല്ലാ വസ്തുക്കളും എന്ന പോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കും. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാൽ അത് മുകളിലേക്ക് പോകുന്നു. ഇത് വായുമർദ്ദം കുറയുന്നതിനിടയാക്കും. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങുന്നതിനിടയാക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നു. ഇതാണ് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം. ഇനി ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഉള്ള ജലാംശത്തിൻ്റെ അളവിന് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്.
അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ഹ്യൂമിഡിറ്റി. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലാണെങ്കിൽ അവിടെ വായുവിൻ്റെ അളവ് കുറവായിരിക്കും. ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷനാണ്, വിപരീത അനുപാതത്തിലാണ്. ഇവിടെ ചിത്രത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള രണ്ട് സ്ഥലങ്ങളാണ് എ, ബി എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം എ, അവിടെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിരിക്കും, അതുകൊണ്ട് അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ബി എന്ന് പറയുന്ന പ്രദേശത്ത് സമുദ്ര സാമീപ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ജലാംശം കുറവായിരിക്കും, അതുകൊണ്ട് അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും വിൻഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഫ്രം ദ ഹൈ പ്രഷർ ഏരിയ ടു ദ ലോ പ്രഷർ ഏരിയ, അതിനാണ് വിൻഡ് എന്ന് പറയുന്നത്. പല പേരിലുള്ള വ്യത്യസ്ത വിൻഡ്, കാറ്റ് നമ്മുടെ ലോകത്ത് അനുഭവപ്പെടുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും കാറ്റുകളെ വിളിക്കുന്നത്, കാറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഒരു കാറ്റ് എവിടെ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാറ്റ് ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാറ്റിന് പേര് നൽകുന്നത്. ഉദാഹരണത്തിന് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഏരിയയിൽ നിന്നും വീശുന്ന കാറ്റാണ്. തെക്കൻ കാറ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് വശത്ത് നിന്നും വീശുന്ന കാറ്റാണ്. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും വീശുന്ന കാറ്റാണ്. കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും വീശുന്ന കാറ്റാണ്. അപ്പോൾ ഒരു കാറ്റ് എവിടെ നിന്ന് വീശുന്നോ ആ ദിശയുടെ പേരിലായിരിക്കും ആ കാറ്റ് അറിയപ്പെടുന്നത്. ഇവിടെ കാറ്റിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാം. Rotation of the earth resulting in centrifugal force helps to cause dynamic pressure belts, subtropical high pressure belt and subpolar low pressure belt. 7 major pressure belts have been identified based on the similarities and variations in the atmospheric pressure. Equatorial low pressure belt, North subtropical high pressure belt, South subtropical high pressure belt, North subpolar low pressure belt, South subpolar low pressure belt, North polar high pressure belt and South polar high pressure belt. Equatorial low pressure belt. Equatorial low pressure belt extends up to 5 degrees north and 5 degrees south of the equator. This is the zone where the sun's rays fall vertically throughout the year. Hence, the temperature will be high in this zone. As the heated air expands and rises up, low pressure develops here. This zone is called equatorial low pressure belt. As the air in this zone ascends on a large scale, winds are very favorable here. Hence, this pressure belt is also known as doldrums, meaning the zone with no winds. Subtropical high pressure belt. Subtropical high pressure belt is located between 30 to 35 degree north and south of the equator.
the rising warm air from the equator gradually cools down and moves poleward along the upper atmosphere. The continuous piling down of the air at 30° north and south latitudes is the cause for the formation of subtropical high pressure belt. Subpolar low pressure belt. Low pressure belt formed around 60° north and south latitudinal region are called subpolar low pressure belts. Even if the cold air remains close to the Earth's surface, owing to the rotation of the Earth, the air will be thrown up along 60° latitudes. As a result, low pressure is experienced all along the subpolar region. Polar high pressure belts. The air over the polar region gets cooled, contracted, and subsides due to the extreme low temperature throughout the year. This causes the formation of polar high pressure belts. വിവിധ പ്രഷർ ബെൽറ്റുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. The winds developed between the global pressure belts can be generally called as planetary winds. Planetary winds, ആഗോളവാദങ്ങൾ. രണ്ട് പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെയാണ് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. പ്രഷർ ബെൽറ്റുകളെ ആശ്രയിച്ചിരിക്കുന്ന ഈ ആഗോളവാദങ്ങൾ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ്. ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ, വെസ്റ്റേർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ, പോളർ ഈസ്റ്റേർലീസ് അഥവാ ധ്രുവീയവാദങ്ങൾ എന്നിങ്ങനെ നമുക്ക് മൂന്നായിട്ട് ഇവയെ തിരിക്കാം. ഇവ ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ട്രേഡ് വിൻഡ്സ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണിത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നു. As these winds blow from the northeast in the northern hemisphere, they are known as northeast trade winds. The equatorial low pressure zone where the trade winds from both the hemispheres converge is known as the intertropical convergence zone. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അത് രണ്ടും സംഗമിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നു. ITCZ. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന ട്രേഡ് വിൻഡ്സ് കൂട്ടിമുട്ടുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ്. ഇനി മറ്റൊരു വിൻഡ് വെസ്റ്റേർലീസ് ആണ്. പശ്ചിമവാദങ്ങൾ എന്നറിയപ്പെടും. Winds blow continuously from the subtropical high pressure zones to these low pressure zones. തുടർച്ചയായി സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോണിൽ നിന്നും പോളാർ ലോ പ്രഷർ സോണിലേക്ക് വീശുന്ന കാറ്റുകളാണ് വെസ്റ്റേർലീസ് എന്നറിയപ്പെടുന്നത്. As the direction of these winds is mostly from the west, they are known as the westerlies. വെസ്റ്റിൽ നിന്നുമാണ് ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വെസ്റ്റേർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ, അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി വെസ്റ്റേർലീസിൻ്റെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റേർലീസിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിനേക്കാൾ കൂടുതലാണ്. അതിനുള്ള കാരണം
സതേൺ ഹെമിസ്ഫിയറിൽ ഏറിയ പങ്കും സമുദ്രമാണ്. അതുകൊണ്ട് തന്നെ കാറ്റുകളുടെ വേഗം അവിടെ കൂടുതലാണ്. ഇനി മറ്റൊന്ന് പോളാർ ഈസ്റ്റേർലീസ് ആണ്, ധ്രുവീയ പൂർവ്വപാതങ്ങൾ. നമുക്കറിയാം, ധ്രുവപ്രദേശങ്ങളിൽ പോളാർ റീജിയണിൽ മഞ്ഞുറഞ്ഞ് തണുത്ത ഭൂപ്രദേശങ്ങളാണ്. അവിടെ നിന്ന് ഉപോഷ്ണമേഖല ലക്ഷ്യമാക്കി, അതായത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പോളാർ ഈസ്റ്റേർലീസ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് പീരിയോഡിക് വിൻഡ്സ് അഥവാ കാലികവാതങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. കാലികവാതങ്ങൾ ചില പ്രത്യേക കാലങ്ങളിൽ വീശുന്നു, ചില പ്രത്യേക സമയത്ത് വീശുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന അറബി വാക്കിൽ നിന്നുമാണ് ഉടലെടുത്തത്. മൗസിം എന്ന് പറഞ്ഞാൽ കാലം. ചില പ്രത്യേക കാലങ്ങളിലാണ് ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പീരിയോഡിക് വിൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. Monsoon is a periodic seasonal wind that comes from sea to land in a particular season and completely reverses back with the change in the atmospheric conditions in the next season. It is a typical yet dominant feature of the Indian climate. The term monsoon is derived from an Arabic word mausim, which means season. In olden days, the sailors found this wind convenient to set in their sails on the direction of the wind. They used to save their fuel and time by doing so. Let us discuss the causes of this seasonal reversal of wind from sea to land and land to sea. The main cause is the differential heating and cooling of land and its surrounding water bodies, that is, seas and oceans. During summer, land is hotter, and thus low pressure develops over interior parts of the large Indian landmass. Simultaneously, high pressure condition develops over the seas and oceans surrounding India. Thus, a steady flow of moisture-laden wind moves towards India and causes rainfall for almost 3 months. As the pressure system reverses due to apparent shifting of the sun from the Tropic of Cancer to the equator, the wind also reverses back to the same direction from where it comes. Sea breeze and land breeze. As we know, there is differential heating of land and sea. Land gets heated and cooled faster. However, the sea is heated and cooled slowly. This unequal heating and cooling results in the formation of land and sea breezes. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ്, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. പകൽ സമയത്ത് പർവ്വതമുകളിലെ വായു ചൂടുപിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വതച്ചെരിവുകളിലൂടെ കാറ്റ് വീശുന്നു. വാലികളിൽ നിന്നും മൗണ്ടൈനുകളിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് വാലികളിലേക്ക് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്ന് ലോക്കൽ വിൻഡ്സ് ആണ്, പ്രാദേശിക വാദങ്ങൾ. ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചില പ്രത്യേക കാലത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ ലോക്കൽ വിൻഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ചില ലോക്കൽ വിൻഡ്സ് ഉണ്ട്. അത് അറിയപ്പെടുന്ന പേരുകൾ ലൂ, മാംഗോ ഷവർ, കാൽ വൈശാഖി എന്നിങ്ങനെയാണ്. ലൂ, മാംഗോ ഷവർ, കാൽ വൈശാഖി ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ചില ലോക്കൽ വിൻഡ്സ് ആണ്. അതുപോലെ ലോകത്ത് ഇത്തരത്തിൽ അനുഭവപ്പെടുന്ന, ലോകത്ത് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന ചില ലോക്കൽ വിൻഡ്സ് ഉണ്ട്. ചിനൂക്ക്, ഹാർമറ്റൻ, ഫോൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. റോക്കി പർവ്വതനിര അതിൻ്റെ കിഴക്കൻ ചെരുവിലെ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞ് തീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞ് തീനി എന്നാണ് അർത്ഥം. ഈ പേര് ലഭിക്കാനുള്ള കാരണം ഈ കാറ്റ് വീശുമ്പോൾ അവിടുത്തെ മഞ്ഞ് ഉരുകിത്തീരുന്നു. അതുകൊണ്ടാണ്
ശൈത്യത്തിൻ്റെ കാഠിന്യം കുറവായതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് വളരെ സഹായകരമാണ്. കാനഡയിലെ ഗോതമ്പ് കൃഷിക്ക് വളരെയേറെ സഹായിക്കുന്ന ഒരു കാറ്റാണ് ഈ ചിനൂക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഒരു കാറ്റ്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയുന്നതിന് വേണ്ടി കാരണമാകുന്നു. ആ പ്രദേശങ്ങളിൽ തണുപ്പ് കുറയുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹാർമറ്റൻ. മറ്റൊരു കാറ്റ്, പ്രാദേശികവാദം, ലോക്കൽ വിൻഡ്, ഹാർമറ്റൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റെത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. ഡോക്ടർ ഹാർമറ്റൻ. ഈ കാറ്റ് വരുന്നതോടുകൂടി അവിടെ ഒരു നല്ല കാലാവസ്ഥ, മെച്ചപ്പെട്ട കാലാവസ്ഥ അനുഭവപ്പെടും. ഇതുപോലെ തന്നെയാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റ്. ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് ഇത് വീശുന്നത്. ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു. ഉത്തരേന്ത്യയിലെ ചൂട് കൂടുന്നതിന് ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ് കാരണമായിത്തീരുന്നു. ഇതുപോലെ തന്നെ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന മറ്റൊരു പ്രാദേശികവാദമാണ്, ഒരു ലോക്കൽ വിൻഡ് ആണ്, മാംഗോ ഷവേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാലാണ് ഇവയെ മാംഗോ ഷവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് വേരിയബിൾ വിൻഡ്സിനെ കുറിച്ചാണ്. ചില പ്രത്യേക അറ്റ്മോസ്ഫറിക് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന വിൻഡ്സിനാണ് വേരിയബിൾ വിൻഡ്സ് എന്ന് പറയുന്നത്. സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് ആർ ദ വേരിയബിൾ വിൻഡ്സ്. വേരിയബിൾ വിൻഡ്സിന് ഉദാഹരണമാണ് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും. സൈക്ലോൺസ് അഥവാ ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ ഒരു ലോ പ്രഷർ ഏരിയയും അതിന് ചുറ്റുമായി ഹൈ പ്രഷർ ഏരിയയും സൃഷ്ടിക്കപ്പെടുന്നത് സൈക്ലോൺസ് രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക്, ലോ പ്രഷർ ഏരിയയിലേക്ക് ചുറ്റുമുള്ള ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. ഈ കാറ്റുകളെയാണ് സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. കോറിയോലിസ് എഫക്റ്റിൻ്റെ ഫലമായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സതേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് ഈ കാറ്റ് വീശുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആൻറ്റി സൈക്ലോൺസ് അഥവാ പ്രതിചക്രവാതങ്ങൾ എന്നാൽ എന്താണെന്നാണ്. അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുതലുള്ള പ്രദേശത്ത് നിന്നും ചുറ്റുമുള്ള ലോ പ്രഷർ ഏരിയയിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസത്തെയാണ് ആൻറ്റി സൈക്ലോൺ എന്നറിയപ്പെടുന്നത്. കോറിയോലിസ് പ്രഭാവത്താൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റിൻ്റെ ഗതി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സതേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും.